ഹലോ, നമസ്കാരം. ചട്നികൾ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവയാണല്ലേ. ഇഡ്ലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു 4 തരം ചട്നികളാവട്ടെ ഇന്ന്. ഒരു ഗാർലിക് ചട്നി, തേങ്ങ ചട്നി, പിന്നെ കുറച്ച് മല്ലിയില ചട്നി, പിന്നെ നല്ല നാടൻ ഉള്ളി ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ. അപ്പം നമ്മുടെ മല്ലിയില ചട്നി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ തൈര്, 3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല റോസ്റ്റഡ് ചനാ ദാൽ, 2 പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് അരക്കേണ്ടതെന്ന് നോക്കാം. നന്നായിട്ട് ഫൈനായിട്ട് അരയേണ്ട ആവശ്യമില്ല. തേങ്ങ ഇട്ടിട്ടുണ്ട്, പൊട്ടുകടല 1 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ നന്നായിട്ട് ഞാൻ മല്ലിയില അരിഞ്ഞതിടുന്നുണ്ട്, 2 പച്ചമുളക്. നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ തൈര്. ഞാനിത് പുളിയില്ലാത്തതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഉപ്പിട്ടിട്ട് ഇനി നന്നായി അരച്ചിട്ട് വരാം. അപ്പോൾ റെഡിയായ എൻ്റെ ചട്നി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഗാർലിക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ. എണ്ണ കുറച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 3 മുതൽ 4 വരെ ഒരു ഗാർലിക്കിൻ്റെ ക്ലോവ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ കുഞ്ഞൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഇന്ത്യൻ ചില്ലിയും 2 കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കേണ്ട, പിരിയൻ മുളകും കൂടി. എന്നാലും അതിനൊരു കളറ് നന്നായി കിട്ടുള്ളൂ. ഇത് നന്നായി ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. നന്നായി സോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ടൊമാറ്റോ ചേർക്കാൻ പാടുള്ളൂ. അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ മുളകൊക്കെ നന്നായി വഴറ്റി വരണം. അപ്പം നമുക്ക് അതിന് ശേഷം ഒരു വലിയ കപ്പിന് ചോപ്പ് ചെയ്തിട്ടുള്ള ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോ ഈ ഓയിലൊക്കെ കിടന്ന് നന്നായി ഒന്ന് വേവട്ടെ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാലേ ഈ ടൊമാറ്റോൻ്റെ പൾപ്പൊക്കെ നന്നായി ഇറങ്ങുകയുള്ളൂ. ഒരു 1/4 കപ്പ് വെള്ളമോളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നന്നായി ആ ടൊമാറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു ബ്ലെൻഡറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ടൊമാറ്റോൻ്റെ വെള്ളം മാത്രം മതി. ഇപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഇത് മോമോസിൻ്റെ കൂടെ, ഇഡ്ലിയുടെ കൂടെ, ദോശയുടെ കൂടെയൊക്കെ നന്നായി പോകും. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. തേങ്ങ ചട്നിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 3 ഗ്രീൻ ചില്ലി, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ, കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും, 1 റെഡ് ചില്ലിയും. നമുക്കിതിനായിട്ട് ആദ്യം ഈ പച്ചമുളകിനെയും കടലപ്പരിപ്പിനെയും എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് പച്ചമുളക് കീറിയിട്ട് വേണം ഇടാൻ, ഇല്ല എങ്കിൽ തെറിക്കും. അതുകൊണ്ട് കീറിയിട്ടിട്ടുണ്ട്. പച്ചമുളക് ഏകദേശം റെഡിയായി. നമുക്കിത് മാറ്റാം. ഇനി അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ടിട്ട് നന്നായി വറുക്കാം. കരിയാതിരിക്കാൻ നോക്കണേ. അപ്പോൾ കടലപ്പരിപ്പ് ആയിട്ടുണ്ട്. അതും നമുക്ക് ചേർത്തി ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ നല്ലോണം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വറുത്തിടാം. അപ്പോൾ എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ വറുത്തിടുമ്പോഴാണ് അതിനൊരു ഫ്ലേവർ കിട്ടുക. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പിടാം. ഇവിടെ വെളുത്ത ഉഴുന്നുപരിപ്പാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് അതിടുന്നത്.
കരിവേപ്പിൻ്റെ ഇലയും മുളകും കൂടി വറുത്തിട്ടിട്ട് ഇടാം. അപ്പം നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാട്ടോ. അടുത്തതായിട്ട് നല്ല നാടൻ ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുതൽ. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ ഞാനൊരു 4 ചുവന്ന മുളകും, എരിവ് നിങ്ങൾക്കനുസരിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരു 2 കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഇതിന് കളറുള്ളൂ, അല്ലാതെ ഈ മുളകിന് കളർ വരുന്നില്ല. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാൻ. കണ്ടോ, നന്നായിട്ട് മുളകൊക്കെ ഒന്ന് ചൂടായി വരണം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു 6-7 ചുവന്ന ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ്, ഒരു മീഡിയം സൈസ് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചുവന്നുള്ളി കൂടുന്നതിനനുസരിച്ച് ഫ്ലേവറും ടേസ്റ്റും കൂടും. അപ്പം ഇത് രണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടാൽ വേഗം തന്നെ ഉള്ളിയൊക്കെ വഴറ്റി കിട്ടും നമുക്ക്. പിന്നെ ഇതില് നമ്മൾക്കിത് ഗോൾഡൻ കളർ ആവുമെന്ന് വേണ്ട, പച്ചമണമൊക്കെ നന്നായി ഒന്ന് മാറിയാൽ മതി ഇതിന്. ഇപ്പൊ ഇത് കണ്ടോ, കളറൊക്കെ ഒന്ന് നന്നായി ചേഞ്ചായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു 1/2 കപ്പ് ടൊമാറ്റോ ഇട്ടാൽ മതി. ഒരുപാട് ടൊമാറ്റോ ഇടരുത് കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചളിച്ച ടേസ്റ്റ് വരും. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ കണ്ടോ, ഇത് നന്നായിട്ട് ടൊമാറ്റോ ഒക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. രണ്ടിന്റെയും കളർ ചേഞ്ചായി. ഇത് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരയ്ക്കാം. അപ്പൊ ഇതാ നമ്മൾ തണുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണം. വെള്ളമില്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറും. അപ്പൊ ഞാൻ ഇത് വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ചമ്മന്തി കഴിക്കാനായിട്ട്. ഇഡ്ലിക്കും ദോശയ്ക്കും നല്ല ഏത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ കൂടെയും വേണമെങ്കിൽ ഊണിന് കൂടെയും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഒരിക്കൽ കഴിച്ചാൽ നിങ്ങൾക്ക് രുചി എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. താങ്ക് യു.